മഴ തകർത്ത് പെയ്യുന്നെങ്കിലും വീട്ടിലെ ചില ജോലികളൊക്കെ ചെയ്യണം എന്നുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക. മെയിനായിട്ട് എനിക്ക് അടുക്കള വശത്തുള്ള ഗാർഡനൊക്കെ ഒന്ന് മെക്കോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്ന് ചെയ്യണമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചതാണ്. ഭയങ്കരമായ മഴ. എന്തായാലും ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് മുറ്റം. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പേരമരത്തിൻ്റെ ചുവടുഭാഗമാണ്. ഒരു സിനിമയിലെ കാണില്ല, ആലിൻ്റെ ചുവട്ടിൽ ആൾക്കാരിരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കാര്യം പറയുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്തതാണ് നമുക്കിരിക്കാൻ വേണ്ടിയിട്ട്. മഴ സമയത്തൊന്നും ആരും ഇരിക്കാറൊന്നുമില്ല. നല്ല വെയിലുള്ള സമയത്തൊക്കെ പോയി ഇരിക്കാറുണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരം. ഇതെൻ്റെ ബാക്ക് സൈഡിലുള്ള പേരമരം. നിറഞ്ഞ് പേരയ്ക്ക് നിൽപ്പുണ്ട്. റംബൂട്ടാൻ നിന്നതുകൊണ്ട് പേര ആരും ശ്രദ്ധിച്ചില്ല. ദിവസം 7 വട്ടം പേരയ്ക്ക വീണ് കിടക്കും. അതോ ഇപ്പോഴും നിലത്ത് വീണ് കിടപ്പുണ്ട് പേരയ്ക്ക. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജനിച്ച് വളർന്ന ഒരു ഉണ്ണിയാണ്, താമര ഉണ്ണി. ഞങ്ങളുടെ വീട്ടിലെ പൂവിന്നുണ്ടായ വിത്താണ്. ആ വിത്ത് മുളപ്പിച്ച് ഇത്രയായിട്ടുണ്ട്. 3-4 പേരുണ്ടായിരുന്നു, ബാക്കിയുള്ളവരെ കാണുവാനില്ല. ഇതൊരാൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഇതിനെയും ഞാൻ ചട്ടിയിലാക്കണമെന്ന് കരുതിയ, പക്ഷേ മഴ ചതിച്ചു. ഇത് യെല്ലോ മെൽസ്റ്റോമ. ഇതിനെയും വലിയ പോട്ടിലാക്കണം എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. മഴ തോന്നാൽ ഞാൻ ചാടി ഇറങ്ങും. എൻ്റെ കോടാലിയും വെട്ടത്തേക്ക് കൊണ്ട് ഞാൻ ഇറങ്ങും. ഇതാണ് ബാക്ക് സൈഡ്. ഭയങ്കര ഇതായിട്ടൊന്നും ഇട്ടിട്ടില്ല. ഉള്ള സ്ഥലത്തെല്ലാം ചെടി വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് ഫുള്ള്. അപ്പോൾ ഇവിടെ ആര് വന്നാലും പറയും കാടാണെന്ന്. ഇത് കണ്ടോ, വീണ്ടും വീണ്ടും പൂച്ചകളുടെ ബഹളം. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഇങ്ങനെ ഷൂസിലൊക്കെ കയറി പൂച്ച കിടക്കുന്നത്. ഇതൊക്കെ എത്ര ഓട്ടിച്ചാലും പോവേയില്ല. എന്തായാലും ഇനി ഇതെല്ലാം കഴുകിയാലേ കൊള്ളാവും തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.